നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരള ഹൈക്കോടതിയും ജുഡീഷ്യൽ അക്കാദമിയും ചേർന്ന് നടത്തുന്ന ഇ കോർട്ട് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം കൊട്ടാരക്കരയിൽ നടന്നു. കൊട്ടാരക്കര പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് രാജു എൻ വി ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കൊട്ടാരക്കര ഫാമിലി കോടതി ജഡ്ജ് ഹരിയാർ ചന്ദ്രൻ, കേരള ജുഡീഷ്യൽ അക്കാദമി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ജോൺ വർഗീസ്, ഹൈക്കോടതി IT ഡെപ്യൂട്ടി ഡയറക്ടർ രാകേഷ് MG, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് മാരായ അഡ്വക്കേറ്റ് ഉഷസ് കുമാർ, അഡ്വക്കേറ്റ് രാജേഷ് കുമാർ, അഡ്വക്കേറ്റ് ജെറോം P, അഡ്വക്കേറ്റ് തോമസ് വർഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇലക്ട്രോണിക് റെക്കോർഡ് ക്ലിയർ ആണ്, നമുക്ക് കമ്പ്യൂട്ടറിൽ ജനിച്ചു വരണം, അതിന് കുഴപ്പമില്ല. ഡിജിറ്റൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ആൻഡ് ഡിജിറ്റൽ റെക്കോർഡ് എന്നാണ് ഉദ്ദേശിച്ചുള്ളത്. ഈ ഡെഫിനിഷന്റെ അകത്ത് ഉൾപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ ആൻഡ് പറഞ്ഞല്ല, രണ്ടായിട്ട് കാണുന്നുണ്ട്. സിസ്റ്റം ഒരിടത്ത് മാത്രമല്ല, അല്ലെങ്കിൽ ആ സ്റ്റാറ്റ്യൂട്ടിൽ ഒരിടത്ത് മാത്രമല്ല, പലയിടത്ത് ആൻഡ് ഡിജിറ്റൽ റെക്കോർഡ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ റെക്കോർഡ് ഡിഫൈൻ ചെയ്തിട്ടില്ല. എന്താ ഡിജിറ്റൽ റെക്കോർഡ്? ഇലക്ട്രോണിക് റെക്കോർഡ് നമുക്കറിയാം, ഡിജിറ്റൽ റെക്കോർഡ് എന്നാൽ എന്താണെന്ന് അറിയുന്നില്ല. പക്ഷെ ഡിഫൈൻ ചെയ്യാത്തത് അറിയാഞ്ഞിട്ടാണോ? അവർക്ക് ഡെഫിനേഷൻ അറിയാഞ്ഞിട്ടാണോ ചെയ്യാതിരുന്നത്? അങ്ങനെ ഒരു പ്രിസംഷൻ നമുക്ക് പറ്റില്ല. ലെജിസ്ലേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ നോസ് എവരിത്തിങ്, ഇതാണ് നമ്മുടെ പ്രിസംഷൻ. ലെജിസ്ലേച്ചർ മണ്ടത്തരം പറ്റി, അവർക്ക് ഇങ്ങനെ പറ്റിയെന്ന് ഒരിക്കലും പറയില്ല, അവർ അറിഞ്ഞു തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രോണിക് റെക്കോർഡ് എന്ന് പറയുന്ന, അല്ലെ ഡിജിറ്റൽ റെക്കോർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്? എബ്രഹാം മാത്യു സാറ് ഇവിടെ വന്ന് ക്ലാസ് എടുത്തിരുന്നു. സാറ് ക്ലാസ് എടുക്കുമ്പോൾ സാറ് പറഞ്ഞിരുന്നു, സാറ് കൃത്യമായി പറഞ്ഞിരുന്നു ഡിജിറ്റൽ റെക്കോർഡ് ആണ്. അതായത് ഡിജിറ്റൈസേഷൻ പ്രോസസ് വഴി ഒരു റെക്കോർഡ്, ഫിസിക്കൽ റെക്കോർഡിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുമ്പോൾ അത് ഡിജിറ്റൽ റെക്കോർഡാണ്. ഇതേ അതിന് കൊടുക്കാവുന്ന ഒരു പോസിബിൾ ഡെഫിനേഷൻ ഇപ്പോഴും. കാരണം ഡിജിറ്റൽ ഫോമിൽ 01 എന്നുള്ള ഫോമിൽ ഫിസിക്കൽ റെക്കോർഡിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ഡിജിറ്റൽ റെക്കോർഡ് എന്ന് പറയാൻ പറ്റും. നമ്മൾ ഇപ്പൊ പറഞ്ഞ കൂട്ടത്തിൽ ഏതായി ഡിജിറ്റൽ റെക്കോർഡ്? നമ്മൾ ഇവിടെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്ന സാധനങ്ങളെല്ലാം ഡിജിറ്റൽ റെക്കോർഡല്ല. അതിനല്ലാത്ത പറഞ്ഞത് രാകേഷ് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഫോമിൽ ജനറേറ്റ് ചെയ്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സാധനമാണ്. അതൊഴിച്ച് ബാക്കി എല്ലാം ഡിജിറ്റൽ റെക്കോർഡ് തന്നെയാണ്. നമ്മൾ എന്തൊക്കെ സ്കാൻ ചെയ്യുന്നോ അത് ഡിജിറ്റൽ റെക്കോർഡ് തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടെ ഞങ്ങളുടെ ശ്രദ്ധപ്പെടുത്താം. ഈ സെക്ഷൻ 57 എക്സ്പ്ലനേഷൻ 5 വരുമ്പോ അവിടെ ഒരു സാധനം പറഞ്ഞു, അത് ആ ബാക്കി എക്സ്പ്ലനേഷൻസിനേക്കാൾ ഡിഫറെന്റ് ആണ്. കാരണം ബാക്കി എക്സ്പ്ലനേഷൻ ഒക്കെ എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, സ്റ്റോർ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, when an electronic or digital record is produced from proper custody, it will be primary evidence. It is primary evidence unless disputed. Electronic or digital record is produced from proper custody. It is primary evidence. പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞാൽ കോടതിക്ക് അതിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ വേറൊന്നും ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. ഏത് സാഹചര്യത്തില? ഒന്ന്, ഇറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ് ഫ്രം പ്രോപ്പർ കസ്റ്റഡി. 2, ഡിസ്പ്യൂട്ട് ഉണ്ടാകാൻ പാടില്ല. ഡിസ്പ്യൂട്ട് ഇല്ലാത്ത സാഹചര്യം വരുമ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടുണ്ടാകാം.